ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ ഡെങ്കിപ്പനി ദുരന്തത്തിനാണ് കർണാടക ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കർണാടക എപ്പിഡമിക് ഡിസീസ് ആക്ട് 2020 പ്രകാരം കടുത്ത ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള എല്ലാ ഡെങ്കിപ്പനിയും പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. ഇതനുസരിച്ച് ഏതെങ്കിലും സ്ഥലത്തിന്റെയോ കെട്ടിടത്തിന്റെയോ വാട്ടർ ടാങ്കുകൾ, പാർക്കുകൾ, കളിസ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനുള്ള ചുമതല അതാത് സ്ഥലത്തിന്റെ ഉടമസ്ഥന്റെയും താമസക്കാരന്റെയോ നിർമ്മാതാവിന്റെയോ ചുമതലയായിരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇതിൽ വീഴ്ചകൾ കണ്ടെത്തിയാൽ 400 മുതൽ 2000 രൂപ വരെ പിഴ ഈടാക്കാം. നടപടികളുടെ ഭാഗമായി വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും നിർമ്മാണ സ്ഥലങ്ങളിലും കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ തടയുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പിഴ ഈടാക്കുന്നതായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പൂച്ചട്ടികളിലോ ബക്കറ്റുകളിലോ കോമ്പൗണ്ടിനുള്ളിലെ ഏതെങ്കിലും സ്ഥലത്തോ വെള്ളം കെട്ടിനിൽക്കുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ നടത്തുന്ന വീടുകൾക്ക് നഗരപ്രദേശങ്ങളിൽ 400 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് 200 രൂപയുമാകും പിഴ ചുമത്തുക. ഈ വർഷം 7000-ലധികം ഡെങ്കി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയമസഭയെ അറിയിച്ചു. 12 പേർ മരണമടഞ്ഞു. പകർച്ചവ്യാധി നിയന്ത്രണ ചട്ടപ്രകാരം ഡെങ്കിയെ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചതോടെ എല്ലാ ആശുപത്രികളിലും 10 കിടക്കകൾ ഡെങ്കി രോഗികൾക്കായി മാറ്റിവെക്കും. ചേരി മേഖലകളിൽ കൊതുക് വലകൾ സൗജന്യമായി നൽകും. കൊതുക് ഉറവിട നശീകരണത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു. ജൂലൈ മുതലാണ് കർണാടകയിൽ ഡെങ്കി കേസുകൾ വർദ്ധിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഡെങ്കി വാർ റൂം തുറന്നിട്ടുണ്ട്.